ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും HPSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. LP-UPയുടെയൊക്കെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് അല്ലേ. ഒരു കേട്ടറ്റ് എക്സാം എഴുതാനുള്ള സമയം കാണുമോ, അതിന് മുമ്പായിട്ട് നോട്ടിഫിക്കേഷൻ വരുമോ, അതായത് LP-UPയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വരുമോ, ഇനി കേട്ടറ്റ് കിട്ടാത്തവർക്ക് വേണ്ടി ഒരു കേട്ടറ്റ് കൂടി എഴുതാനുള്ള അവസരം കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ബാക്കിയാക്കിക്കൊണ്ട് വിജ്ഞാപനം വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു കേട്ടറ്റ് എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കുമോ, ഇനി ഒരു എക്സാം ഉണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം വിജ്ഞാപനമാണ്, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. LP-UPയുടെ വിജ്ഞാപനം ഇറക്കിയിട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അംശബന്ധം അനുപാതം അല്ലെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഒരു 2 ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് പൂർണ്ണമായിട്ടും നമ്മൾ എടുത്ത് കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. നമുക്ക് പ്രധാനമായിട്ടും അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് കൂടുതലും ആവർത്തിച്ചു കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പാടായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 40, 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്ര? 40, 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം കാണുക. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മധ്യാനുപാതം അല്ലേ. മധ്യാനുപാതം കാണാനുള്ള ഒരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, √AB ആയിരിക്കും. അപ്പം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മധ്യാനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 സംഖ്യകളുടെ മധ്യാനുപാതം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ചെറിയ ഇക്വേഷനാണിത്. എന്താണ്? മധ്യാനുപാതം = √AB ആയിരിക്കും. എന്താണ് ഇവിടെ √AB എന്ന് പറയുന്നത്? A എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ 40 ആണ്, B എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യ 10 ആണ്. അപ്പോൾ നമുക്ക് എഴുതാതിരുന്ന √AB എന്ന് പറയുന്നത് 40 × 10 ആണ് അല്ലേ. AB എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഗുണിക്കാനാണ്, A × B ആണ്. അപ്പോൾ 40 × 10. അപ്പോൾ നമുക്ക് കിട്ടും √400 എന്ന് കിട്ടും. √400 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 20ൻ്റെ സ്ക്വയറാണ് എത്ര എന്ന് പറയുന്നത്? 400 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. 40, 10 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതമാണ് ചോദിച്ചത്. മധ്യാനുപാതം കാണാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? √AB ആണ്. എന്താണ്? √AB ആണ്. അപ്പോൾ √AB എന്ന് പറയുമ്പോൾ നമുക്കറിയാം A എന്ന് പറയുന്നത് 40ഉം B 10ഉം ആണ്. നമുക്കപ്പോൾ √400 എന്ന് കിട്ടി. 400 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 20ൻ്റെ സ്ക്വയറാണ്. അടുത്ത ദിവസം ഇതാണ്: 45, 20 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്ര? നമുക്കറിയാം മധ്യാനുപാതം കാണാനാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് √AB ആണ്. നമുക്കറിയാം ഇവിടെ A എന്ന് പറയുന്നത് 45 ആണ്, B എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും, എത്ര കിട്ടും? 45 × 20 എന്ന് √900 ആണ് അല്ലേ. 30ൻ്റെ സ്ക്വയർ ആണ് എത്ര എന്ന് പറയുന്നത്? 900 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 24, 6 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം കാണുക. 24, 6 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്ര? എങ്ങനെ കാണും? √AB ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √24 × 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 × 6 എന്ന് പറയുന്നത് √144 ആണ്. ഈ 144 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 12ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 12 ആണ്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഒരു ഇക്വേഷനാണ്, അതായത് മധ്യാനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് √AB ആണ്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്ക്വയർ അറിഞ്ഞിരിക്കണം കേട്ടോ. 20 വരെ ഉള്ളതിൻ്റെ സ്ക്വയറും അതുപോലെ അടിസ്ഥാനപരമായിട്ട് 10 വരെ ഉള്ളതിൻ്റെ ക്യൂബ് നമ്മളൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ ഇക്വേഷൻ ഇതാണ്, √AB ആണ്. മധ്യാനുപാതം കാണുന്നതിന് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ട്രിക്ക് എന്ന് പറയുന്നത് √AB ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 8, 16 എന്നീ സംഖ്യകളുടെ മൂന്നാനുപാതം എത്ര? കണ്ടോ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൂന്നാനുപാതം എത്രയെന്നാണ്. നമ്മൾ നേരത്തെ ചെയ്തത് മധ്യാനുപാതമായിരുന്നു അല്ലേ. മധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ ആയിരുന്നു. മധ്യാനുപാതത്തിന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മീൻ പ്രൊപ്പോർഷൻ എന്നാണ്. മീൻ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മധ്യാനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? √AB ആയിരുന്നു. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മൂന്നാനുപാതമാണ്, തേർഡ് പ്രൊപ്പോർഷണലാണ്. തേർഡ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൂന്നാനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണൽ എത്രയെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് മീൻ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മധ്യാനുപാതമായിരുന്നു. മധ്യാനുപാതം കാണുന്ന ഇക്വേഷൻ √AB ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൂന്നാനുപാതമാണ്. A, B എന്നീ സംഖ്യകളുടെ മൂന്നാനുപാതം എന്ന് പറയുന്നത് B² ആയിരിക്കും. എന്താണ്? മൂന്നാനുപാതം, അതായത് A, B എന്നീ സംഖ്യകളുടെ മൂന്നാനുപാതം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? B² ആയിരിക്കും. അതായത് മൂന്നാനുപാതമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ എന്താണ്? B² ആണ്. എന്താണ്? B². ഇവിടെ 8 തന്നിട്ടുണ്ട്, 16 തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഇത് എയും ഇത് ബിയുമാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? മൂന്നാനുപാതമാണ്. മൂന്നാനുപാതം കാണാൻ ഇക്വേഷൻ എന്താണ്? B² ആണ്. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് 16 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൂന്നാനുപാതം = B². 16 × 16 ബൈ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്.
അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 8നെ വെട്ടാം, ഈ 16നെയും വെട്ടാം. 2 8 16. അപ്പോൾ 16 ഗുണം 2 എന്ന് പറയുന്നത് എത്ര? 32 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ട് 8, 16 എന്നീ സംഖ്യകളുടെ മൂന്നാനുപാതം കാണുക, തേർഡ് പ്രൊപ്പോർഷണൽ കാണുക. എങ്ങനെയാണ് ഇക്വേഷൻ? b²a ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 32 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് മധ്യാനുപാതമായിരുന്നു, അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? √AB ആയിരുന്നു അല്ലേ? മീൻ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മധ്യാനുപാതം √AB ആയിരുന്നു. ഇവിടെ ചോദിച്ചത് മൂന്നാനുപാതമാണ്, തേർഡ് പ്രൊപ്പോർഷണൽ ആണ്. തേർഡ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മൂന്നാനുപാതമാണ് ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എന്താണ്? b²a ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 6, 18 എന്നീ സംഖ്യകളുടെ മൂന്നാനുപാതം കാണുക. 6, 18 എന്നീ സംഖ്യകളുടെ മൂന്നാനുപാതം കാണുക. മൂന്നാനുപാതം കാണാനുള്ള ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. എന്താണ്? b²a ആണ്. അപ്പോൾ നമുക്കറിയാം b എന്ന് പറയുന്നത് ഇവിടെ 18 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 18 × 18/a എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. നമുക്ക് വെട്ടാലോ? 1 6 6, 3 6 ആണ് 18 അല്ലേ? 6 3 ആണ് 18. അപ്പം 18 × 3 എന്ന് പറയുന്നത് 54 ആണ്. ഓക്കെ, അപ്പോൾ 6, 18 എന്നീ സംഖ്യകളുടെ മൂന്നാനുപാതം എത്ര കിട്ടി? നമുക്ക് 54 കിട്ടി. അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ 2 ടൈപ്പ് പഠിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 2 ടൈപ്പ് പഠിച്ചിരിക്കുകയാണ്. എന്താണ് ആദ്യം പഠിച്ചത്? മധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷണൽ ആണ്. മധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷണൽ കാണുന്ന ഇക്വേഷൻ എന്താണ്? √AB ആണ്. അത് കഴിഞ്ഞ് പഠിച്ചത് മൂന്നാനുപാതമാണ്. മൂന്നാനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ b²a ആണ്. അടുത്ത ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആണ്. 8, 16, 24 എന്നീ സംഖ്യകളുടെ നാലാനുപാതം കാണുക. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞത് മൂന്നാനുപാതമായിരുന്നു, ഇപ്പോൾ എന്താണ്? നാലാനുപാതമാണ്. അപ്പോൾ അനുപാതം എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ തിരികെയാണ്. ആദ്യം മധ്യാനുപാതം പഠിച്ചു, പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? തേർഡ് പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? മൂന്നാനുപാതമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കുന്നത് നാലാനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു ഇതോടുകൂടി എന്താണ് ഈ ഒരു അനുപാതം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 8, 16, 24 എന്നീ സംഖ്യകളുടെ നാലാനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ കാണുക. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, a, b, c, d ഈ 4 സംഖ്യകൾ ABCD എന്നീ 4 സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ a × d = b × c ആയിരിക്കും. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്? ABCD എന്ന് 4 സംഖ്യകൾ അനുപാതത്തിലായാൽ a × d എന്തായിരിക്കും? b × c ആയിരിക്കും. അതായത് a × d, ഈ a d കൊണ്ട് ഗുണിക്കുന്നു, ഈ b എന്ത് ചെയ്യുന്നു? c കൊണ്ട് ഗുണിക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. ABCD എന്നീ 4 സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ എന്താണ്? a × d = b × c ആയിരിക്കും. അതായത് a d കൊണ്ട് ഗുണിക്കുന്നു, b എന്ത് ചെയ്യുന്നു? c കൊണ്ട് ഗുണിക്കുന്നു. ഇത്രയും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ABCD എന്നീ 4 സംഖ്യകൾ അനുപാതത്തിലായാൽ a × d = b × c ആയിരിക്കും. d = b × c by എന്ത് ചെയ്യാം? ഈ ഡിയുടെ കൂടെ കിടക്കുന്ന a നമുക്ക് താപ്പോട്ട് എഴുതാം. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. d ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ b × c/a എന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കുക. നമുക്കറിയാം ABCD എന്നീ സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ a × d = b × c ആയിരിക്കും. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് നാലാനുപാതമാണ് അല്ലെങ്കിൽ d ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? d = ഈ b × c, തൊട്ടപ്പുറത്ത് കിടക്കുന്ന b × c മുകളിൽ പോകുന്നു, a എന്ത് ചെയ്യുന്നു? താഴെ വരുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. d = b × c/a ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. d എന്ന് പറയുന്നത് എന്താണ്? b × c/a. അപ്പോൾ നമുക്കിവിടെ 3 സംഖ്യകളെ തരത്തുള്ളൂ. എന്നിട്ട് ചോദിക്കുന്നത് നാലാനുപാതം എത്രയാണ്? അപ്പോൾ നമുക്ക് കാണേണ്ടത് നാലാനുപാതം അല്ലെങ്കിൽ ഫോർ പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്കറിയാം d അല്ലെങ്കിൽ നാലാനുപാതം എന്ന് പറയുന്നത് b × c/a ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 8, 16, 24 ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് നാലാനുപാതം. നാലാനുപാതം കാണാനുള്ള ഇക്വേഷൻ b × c/a ആണ്. ഇവിടെ b എന്ന് പറയുന്നത് 16, c എന്ന് പറയുന്നത് 24, a എന്ന് പറയുന്നത് 8 നമുക്കറിയാം b × c അതായത് 16 × 24/a എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലേ? നമുക്ക് 8നെ വെട്ടാലോ? 1 8 8 2 8 16 അല്ലേ? 24 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 48 അപ്പോൾ 8, 16, 24 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ നാലാനുപാതം എന്ന് പറയുന്നത് എത്ര കിട്ടി? നമുക്ക് 48 എന്ന് കിട്ടി. അപ്പോൾ ഒന്നുമില്ല, അറിഞ്ഞിരിക്കേണ്ട ചെറിയ ഇക്വേഷൻ d എന്ന് പറയുന്നത് എന്താണ്? b × c/a ആണ്. d = b × c/a ആണ്. ഈ b × c എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ABCD എന്നീ സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ a × d = b × c ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. d എന്ന് പറയുന്നത് എത്രയെന്ന് പറയാം? നമുക്ക് b × c/a എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. നാലാനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? d = b × c/a.
അടുത്തതാണ് 2, 4, 12 എന്നീ സംഖ്യകളുടെ നാലാനുപാതം കാണുക. 2, 4, 12 എന്നീ സംഖ്യകളുടെ നാലാനുപാതം കാണുക. നാലാനുപാതം അല്ലെങ്കിൽ ഡി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി ഇൻറ്റു സി ബൈ എ ആണ്. ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് എ ആണ്. നാലാനുപാതം കാണാൻ ബി ഇൻറ്റു സി ബൈ എ ആണ്. അപ്പോൾ 4 ഗുണം 12 ബൈ എ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഒരു 2 2, ഈ 2 4. അപ്പോൾ 2 ഗുണം 12, 12 2 24 എന്ന് കിട്ടും. അപ്പോൾ 2, 4, 12 എന്നീ സംഖ്യകളുടെ നാലാനുപാതം എത്രയാണ്? 24 ആണ്. നമ്മുടെ അടുത്ത ടൈപ്പിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സിൻ്റെ 20% വൈയുടെ 25% തുല്യമായാൽ എക്സ് അംശബന്ധം വൈ എത്ര? അപ്പോൾ ഇത് ഒരുപാട് തവണ പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. അംശബന്ധം അനുപാതം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും ഒരുപാട് തവണ പി എസ് സിക്ക് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സിൻ്റെ 20% വൈയുടെ 25% തുല്യമായാൽ എക്സ് അംശബന്ധം വൈ എത്ര? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എക്സിൻ്റെ 20% അതുപോലെ തന്നെ വൈയുടെ 25% എന്താന്ന് പറയുന്നുണ്ട്? തുല്യമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? എക്സ് അംശബന്ധം വൈ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. ശതമാനമാണെങ്കിൽ അംശബന്ധം കാണാൻ, ഇവിടെ ശതമാനമാണ് തന്നിരിക്കുന്നത്, നമുക്ക് ചോദിച്ചിരിക്കുന്നത് അംശബന്ധം കാണാനുമാണ്. ശതമാനത്തിൽ ഇങ്ങനെ അംശബന്ധം കാണാൻ ചോദിച്ചിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, ശതമാനമാണെങ്കിൽ അംശബന്ധം കാണാൻ തിരിച്ചെഴുതുക. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ശതമാനമാണെങ്കിൽ അംശബന്ധം കാണാൻ എന്ത് ചെയ്യുക? തിരിച്ചെഴുതിയേക്കുക. തന്നിരിക്കുന്ന സാധനം എന്ത് ചെയ്യുക? അതേപോലെ തിരിച്ചെഴുതിയാൽ മതി. ഇവിടെ എക്സിൻ്റെ 20% വൈയുടെ 25% എന്താണ്? തുല്യമാണ്. ഇത് രണ്ടും തുല്യമാണെങ്കിൽ എക്സ് അംശബന്ധം വൈ കാണുക. ഇങ്ങനെ ശതമാനമാണെങ്കിൽ അംശബന്ധം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചെഴുതണം. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എക്സ് അംശബന്ധം വൈ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഈ എക്സ് ആയിട്ട് എന്തെടുക്കണം? ഇവിടെ എക്സിൻ്റെ 20% എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ് ആയിട്ട് എന്ത് ചെയ്യണം? 25 എടുക്കണം. അപ്പോൾ വൈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വൈക്ക് 25 ആണ് കൊടുക്കുന്നത്. നമ്മൾ വൈ തിരിച്ചെഴുതുമ്പോൾ വൈ നമ്മുടെ എന്ത് ചെയ്യും? ഇവിടെ 20 വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ എങ്ങനെ വരും? എക്സ് അംശബന്ധം വൈ ഈസ് ഈക്വൽ നമ്മൾ എങ്ങനെയാക്കി? 25 അംശബന്ധം 20 എന്നാക്കി വരും. അപ്പോൾ നമുക്കിതിനെ ചെറുതാക്കാമല്ലോ. 25 അംശബന്ധം 20 എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റും. 5 ഗുണം 5 ആണ് 25, 4 ഗുണം 5 ആണ് 20. അപ്പോൾ 2നെ 5 കൊണ്ട് നമുക്ക് വെട്ടാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആക്കാം 5 അംശബന്ധം 4 എന്ന് ചെറുതാക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എത്രയാണ്? 5 അംശബന്ധം 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യന് ഓപ്ഷൻ എ ഒക്കെ കൊടുക്കുന്നത് 4 അംശബന്ധം 5 എന്നൊക്കെ ആയിരിക്കും. നമ്മളത് ഓപ്പോസിറ്റ് ഇട്ട് തിരിച്ചങ്ങ് എഴുതിച്ചാൽ മതി. 5 അംശബന്ധം 4 എന്നങ്ങ് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എയുടെ 30% ബിയുടെ 15% തുല്യമായാൽ എ അംശബന്ധം ബി കാണുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എയുടെ 30% ബിയുടെ 15% തുല്യമായാൽ നമുക്ക് കാണേണ്ടത് എ അംശബന്ധം ബി ആണ്. നമുക്കറിയാം ശതമാനമാണെങ്കിൽ അംശബന്ധം കാണാൻ എന്ത് ചെയ്താൽ മതി? തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? 15 എന്ന് ഇട്ട് കൊടുക്കാം. ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 30 എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എ അംശബന്ധം ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 15 അംശബന്ധം 30 എന്ന് കിട്ടി. നമുക്കിതിനെ ചെറുതാക്കാമല്ലോ. എങ്ങനെ ചെറുതാക്കാം? ഒരു 15 15 2 15 ആണ് 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 1 അംശബന്ധം 2 ആണ്, അല്ലെ 1:2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത നമ്മുടെ അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ടോപ്പിക്കിലെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 1/2 അംശബന്ധം 1/3 അംശബന്ധം 1/4 എന്ന അംശബന്ധത്തിന് ലഘുവായ രൂപം എഴുതുക. എന്താണ് ലഘുവായ രൂപം എഴുതുക? ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2, 3, 4 എന്നിവ താഴോട്ട് എടുത്തെഴുതുക. ശേഷം നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? LCM കാണണം, അല്ലെങ്കിൽ ലസാഗു കാണണം. നമുക്കല്ലേ 1 2 2 ആണ്. 3 താപ്പോട്ട് എടുത്തെഴുതുക. 4ൽ 2 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. ഓക്കെ, ഇനി നമുക്ക് കോമൺ ആയിട്ട് ഇതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ഇതെല്ലാം കൂടി ഗുണിക്കുന്നു. 3 ഗുണിക്കട 2 6 ആണ്. 6 ഗുണിക്കട 2 12 ആണ്. അപ്പോൾ നമുക്ക് LCM എത്ര കിട്ടി? LCM = 12 ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഓരോ സംഖ്യയെയും ഈ LCM കൊണ്ട് ഗുണിക്കുക എന്നതാണ്. അതായത് ഈ 12നെ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യയായ 1/2 കൊണ്ട് ഗുണിക്കുക. അടുത്ത 12 ഇൻറ്റു അടുത്ത സംഖ്യയായ 1/3 അംശബന്ധം 12 ഇൻറ്റു അടുത്ത സംഖ്യയായ 1/4 ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്ന സംഖ്യയുടെ LCM എടുക്കുക. LCM നമുക്കിവിടെ 12 എന്ന് കിട്ടി. പിന്നെ സംഖ്യകൾ കൊണ്ടും എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ നമുക്കിവിടെ 12 2 ചെയ്താൽ 1 2 2 ആണ്. 6 2 ആണ്. എത്ര എന്ന് പറയുന്നത്? 12. അപ്പോൾ നമുക്ക് 6 ഗുണിക്കണം 1 എന്ന് പറയുന്നത് 6 തന്നെയാണ്. ആ അംശബന്ധം എടുത്തെഴുതുക. ഇനി 12നെ 3 കൊണ്ട് നമുക്ക് കിട്ടാം. 1 3 3. 4 ഗുണിക്കണം 3 ആണ് 12 എന്ന് പറയുന്നത് അല്ലേ? അപ്പം 6 അംശബന്ധം 4 അംശബന്ധം. ഇനി അടുത്തത് 12 ഇൻറ്റു 1/4 ആണ്. 4നെയും 12 നമുക്ക് വെട്ടാം. 1 4 4 ആണ്. 3 ഗുണം 4 ആണ് 12 എന്ന് പറയും. അപ്പം ഇവിടെ നമുക്ക് എത്ര എഴുതാം? 3 എന്ന് പറയാം. ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റത്തില്ല. എന്താണ്? 6നും 4നും നമുക്ക് ചെറുതാക്കാൻ, പക്ഷേ 3 ഒറ്റ സംഖ്യയാണ്, നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റുകയില്ല.
അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 6 അംശബന്ധം 4 അംശബന്ധം 3 എന്ന് കിട്ടി. 1/2:1/3:1/4 ഈ അംശബന്ധത്തിന്റെ ലഘുവായ രൂപം എഴുതുക എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ സംഖ്യകളുടെ LCM കാണുക അല്ലെങ്കിൽ ലസാഗു കാണുക. ലസാഗു നമുക്ക് 12 എന്ന് കിട്ടി. ആ കിട്ടിയിരിക്കുന്ന സംഖ്യ കൊണ്ട് എന്ത് ചെയ്യുക? ഓരോ അംശബന്ധങ്ങളെയും എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2/3:1/6:2/9 എന്ന അംശബന്ധത്തിലെ ലഘുവായ രൂപം എഴുതുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ താഴെ ഛേദത്തിന്റെ ലസാഗു എടുക്കുക അല്ലേ, LCM എടുക്കുക. ആദ്യം ചെയ്യേണ്ട മെത്തേഡ് അതാണ്. അപ്പോൾ നമുക്കിവിടെ എടുത്തെഴുതാം 3, 6, 9. ഈ സംഖ്യകളുടെ എന്ത് ചെയ്യുക? LCM എടുക്കുക. അപ്പോൾ നമുക്കിവിടെ LCM എടുക്കാൻ പറ്റും. 3 കൊണ്ട് നിശേഷം നമുക്ക് ഇതിനെ ഭാഗിക്കാൻ പറ്റും. അപ്പോൾ 3 എടുക്കാം. 3 ഒരു 3 ആണ് 3, 2 3 ആണ് 6, 3 ഗുണിക്കണം 3 ആണ് എത്തെന്ന് പറയുന്നത് 9 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല, കോമൺ ആയിട്ട് ഒന്നിനെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിത് പരസ്പരം ഗുണിക്കുന്നു. 3 ഗുണിക്കട്ടെ 2 6 ആണ്. 6 ഗുണം 3 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ നമ്മുടെ LCM എത്ര കിട്ടി നമുക്ക്? 18 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ LCMനെ കൊണ്ട് ഓരോ അംശബന്ധങ്ങളെ എന്ത് ചെയ്യുക? ഗുണിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 18 ഇൻറ്റു ആദ്യത്തെ സംഖ്യയായ 2/3 അംശബന്ധം, 18 ഇൻറ്റു അടുത്ത സംഖ്യയായ 1/6 അംശബന്ധം, 18 ഇൻറ്റു അടുത്ത സംഖ്യയായ 2/9. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിത് ചെയ്യാമല്ലോ. 3നെ വെട്ടാലോ. 6 ഗുണം 3 ആണ് 18. ഒരു 3 3, 6 3 18. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തമ്മിൽ ഗുണിക്കുന്നു. 6 ഗുണം 2, 6 2 12. ഒന്നാമത്തെ നമുക്ക് കിട്ടി. രണ്ടാമത്തെ 18 ഇൻറ്റു 1/6. 1 6 6 ആണ്, 3 6 ആണ് 18. അപ്പോൾ 3 ഇല്ലേ, 3 കിട്ടി. ഇനി 3 ഗുണിക്കണം 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. അടുത്ത് നോക്കിയേ, 1 ഗുണം 1 9 9 ആണ്, 2 9 ആണ് 18. അപ്പോൾ നമുക്ക് 18നെ വെട്ടി 2 ആക്കി. ഇനി ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. 2 ഗുണം 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 12 അംശബന്ധം 3 അംശബന്ധം 4. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെറുതാക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 2 ഇരട്ട സംഖ്യകൾ, ഇവിടെ ഒരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 12 അംശബന്ധം 3 അംശബന്ധം 4 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പഠിച്ചത് മധ്യാനുപാതം കാണാനാണ് അല്ലേ. മധ്യാനുപാതം കാണാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് √AB ആണ്. നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താണ്? മൂന്നാനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ കാണാനാണ്. മൂന്നാനുപാതം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? B²/A ആണ്. പിന്നെ പഠിച്ചത് നാലാനുപാതം കാണാനാണ്. നാലാനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ ആണ്. ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് D = B × C/A ആണ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? എക്സിന്റെ 20% വൈയുടെ 25% തുല്യമായാൽ എക്സ് അംശബന്ധം വൈ കാണുക. ഇങ്ങനെ ശതമാനത്തിലാണ് തരുന്നതെങ്കിൽ, ശതമാനമാണെങ്കിൽ അംശബന്ധം കാണാൻ എന്ത് ചെയ്യുക? തിരിച്ചങ്ങ് എഴുതി വെച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. വെട്ടി ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ വെട്ടി ചെറുതാക്കുക, അല്ലെങ്കിൽ അതേപോലെ എടുക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? ശതമാനമാണെങ്കിൽ അംശബന്ധം കാണാൻ തിരിച്ചെഴുതുക. 2/3 അംശബന്ധം, 1/6 അംശബന്ധം, 2/9 എന്ന അംശബന്ധത്തിന്റെ ലഘുവായ രൂപം എഴുതുക. ഇങ്ങനെ ലഘുവായ രൂപം എഴുതുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദത്തിലുള്ള സംഖ്യകളുടെ LCM എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ LCM കൊണ്ട് ഓരോ അംശബന്ധങ്ങളെ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന അംശബന്ധമായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത്രയും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വരുന്ന എക്സാമുകൾക്ക് LDC, വരുന്ന LPUP നല്ലോണം വർക്ക് ചെയ്യുക, നല്ലോണം ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയങ്ങൾ വെറുതെ കളയാതെ അവിടെ ഇവിടെയൊക്കെ പോകാതെ കിട്ടുന്ന സമയം ഇതെല്ലാം നല്ലോണം മാക്സിമം വർക്ക് ചെയ്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? വിജയത്തിലേക്ക് എത്തിച്ചേരുക. പിന്നെ നമ്മൾ കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് സമയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം പഠിച്ച കാര്യങ്ങൾ തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? മറക്കാതിരിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യം മറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോവുകയാണ്. ഇങ്ങനെ മറന്നു പോകാതിരിക്കാൻ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് മനസ്സിൽ നിന്നും മായാതെ ഇരിക്കുകയുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുക, കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. പഠിത്തത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. നന്ദി.